ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ് അമ്മാ ബഅദ്. സൂറത്തുൽ അൻകബൂത്ത് 29, 30, 31 ഈ 3 വചനങ്ങളാണ് പുതിയ പാഠമായി നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്നത്. ഈ 3 ആയത്തുകളിലും പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. അഇന്നകും ലതഅതൂന الرجال അഇന്നകും 2 ഹംസകൾ തുടരെയായി വരികയാണ്. അതുപോലെ ലതഅതൂന ഈ ഹംസകളൊക്കെയും തന്നെ വളരെ ക്ലിയറായി വ്യക്തമായി മുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഷിദ്ദ എന്ന സ്വഭാവം സിഫത്ത് പൂർണ്ണമായി നൽകിക്കൊണ്ട് ഉച്ചരിക്കണം. അതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം. മറിച്ച് ഐന്നക്കുമെന്നോ തഅതൂന റിജാൽ എന്നോ ആയിപ്പോകരുത്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നക്കും ഈ പദത്തിൽ വന്ന നൂൻ മുഷദ്ദദ ശ്രദ്ധ നൽകപ്പെട്ടതായ നൂനിനെ മണിച്ചുകൊണ്ട് 2 ഹറക്കത്തിന്റെ അളവിൽ ഗുന്നത്ത് നൽകി ഉച്ചരിക്കണം. പദത്തിന്റെ അന്ത്യത്തിൽ സാക്കിനത്തായ മീമുണ്ട്. അതിന്റെ വിധിയാണ് ഇൽഹാർ ഷഫവി എന്നത്. അപ്പോൾ അല്പം പോലും മണിക്കാതെ വെളിവാക്കണം എന്നതാണ് അവിടുത്തെ നിയമം. ഇന്നകും ലതഅതൂന الرجال لتأتون الرجال وتقطعون ഖാഫിന് സുക്കൂൻ ആണുള്ളത്. ഖൽഖല സുഗ്റ നൽകി ഖാഫിന്റെ സുക്കൂൻ വ്യക്തമായി ഉച്ചരിക്കേണ്ടതാണ്. അതോടൊപ്പം ഖാഫിന് തഫ്ഖീം നൽകി ഉച്ചരിക്കുകയും വേണം. ഇസ്തിഅലാഇന്റെ ഹർഫുകളിൽ പെട്ടതായതുകൊണ്ട് ത്വാഉം അപ്രകാരം തന്നെ പൂർണ്ണമായ തഫ്ഖീം നൽകി ഉച്ചരിക്കുക. വതഖതഊന السبيل ഐന് വ്യക്തമായി അതിന്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വതഖതഊന السبيل വതഅതൂന വീണ്ടും ഹംസ ശ്രദ്ധിക്കുക. വതഅതൂന ഫീ നാദീകുമുൽ മുൻകർ ഫീ നാദീകുമുൽ മുൻകർ. നാദീകും എന്ന സാക്കിനത്തായ മീമിന്റെ സുക്കൂൻ ഹറക്കത്തായി മാറ്റപ്പെട്ടത് ഇൽതിഖാഉ സാക്കിനൈൻ പരിഹരിക്കാൻ വേണ്ടിയാണ്. അൽ മുൻകർ ഈ പദത്തിലെ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. അൽ മുൻകർ മുൻ എന്ന് ക്ലിയർ ആയി പോയത്, വ്യക്തമായി പോയത്. അൽ മുൻകർ. കാഫ് ഇസ്തിഫാലിന്റെ ഹർഫാണ്. ശേഷം റാഇ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരവുമാണ്. അപ്പോൾ കാഫിന് തർക്കീഖാണ്. അതുകൊണ്ട് തന്നെ സാക്കിനത്തായ നൂനിന്റെ മണിക്കലിലും തർക്കീഖ്. ഇതൊക്കെ ശ്രദ്ധിക്കണം. റാഇനെ തഫ്ഖീം ചെയ്യുമ്പോൾ മുൻകർ എന്നൊരു ഹെവിയായ ഒരു പരുത്ത ശബ്ദം കാഫിന് വരരുത്. അത് സൂക്ഷിക്കേണ്ടതാണ്. അൽ മുൻകർ റാഇന് തഫ്ഖീം വേണം. മുൻകർ. فما كان جواب قومه إلا فما كان جواب എത്ര അലിഫുകളാണല്ലേ. എല്ലാം തർക്കീഖ് ചെയ്യേണ്ട അലിഫുകൾ. ഇസ്തിഫാലിന്റെ ഹർഫുകളെയാണ് ദീർഘിപ്പിക്കുന്നത്. فما كان جواب എന്ന് വ്യക്തമായി 2 ചുണ്ടുകളിൽ നിന്ന് തന്നെ ഉച്ചാരണം വരണം. ജവാബ ഖൗമിഹി ഇല്ല. ഖാഫിന് എന്ത് കൊടുക്കണം? പൂർണ്ണമായ തഫ്ഖീം കൊടുക്കണം. ഷിദ്ദത്തിന്റെ ഹർഫും കൂടിയാണ് ഖ എന്ന വ്യക്തമായ ശബ്ദം. ജവാബ ഖൗമിഹി
ഇല്ല ഖൗമിഹി ഈ പദത്തിലെ ദീർഘം മദ്ദുസ്സിലത്തിൽ കുബ്ര എന്നതാണ്. ഹ ഉദ്ദമീറിന്റെ യാഇന് അല്ലെങ്കിൽ ഹ ഉദ്ദമീറിനെ യാ നൽകിക്കൊണ്ട് 4 or 5 ഹറക്കത്തിന്റെ അളവിൽ ഇവിടെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. മദ് മുൻഫസിലിന്റെ വിധി നൽകേണ്ടതാണ്. ഇല്ല ഇവിടെയും എന്താണ്? മദ് മുൻഫസിൽ ജായിസാണ്. 4 or 5 ഹറക്കത്തിന്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇല്ല അൻ ഖാലു അൻ എന്ന വ്യക്തമായ നൂനിനെ അവ്യക്തമാക്കി മാറ്റുക, മറച്ചു മണിക്കുക. ആ മണിക്കലിലാകട്ടെ തഫ്ഹീം വേണം. ശേഷം ഖാഫ് തഫ്ഹീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് എന്നതുകൊണ്ട് ഇസ്തിഅലാഇന്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണ് ഖാഫ്. ഖാലു എന്നതിലെ ദീർഘാക്ഷരമായ വാവിന്റെ സുക്കൂൻ ശേഷം ഈതിന എന്നാണ് മുറിച്ച് വായിക്കുമ്പോൾ വരിക. ഹംസക്ക് സുക്കൂൻ ചേർത്ത് വായനയിൽ ഹംസ തിരിച്ചു വരികയാണ്. അപ്പോൾ ആ ഹംസയുടെ സുക്കൂൻ, ഇങ്ങനെ 2 സുക്കൂനുകൾ ചേർന്ന് വരുമ്പോൾ ആദ്യത്തെ സുക്കൂനിനെ ഹദ്ഫ് ചെയ്യുന്നു. ദീർഘാക്ഷരമായ വാവ് ഒഴിവാക്കി ഖാലു തിന ഇൽതിഖാഉ സാക്കിനൈൻ പരിഹരിക്കുകയാണ്. ഖാലു തിന ബിഅദാബില്ലാഹ് എന്ന് വഖഫ് ചെയ്യുകയോ മറ്റോ ചെയ്താൽ ശേഷം ഖാലുവിന് ശേഷമാണ് ഒരാൾ ഇബ്തിദാ ചെയ്യുന്നതെങ്കിൽ ഈതിന എന്ന് ഓതേണ്ടതാണ്. ഈതിന ബിഅദാബില്ലാഹ്. ഈ പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഇബ്ദാൽ. സാങ്കേതികമായി അതിന് നൽകുന്ന പേര് ഇബ്ദാൽ ചെയ്യുക എന്നതാണ്. ഖാലു തിന എന്ന ഹംസയെ ഇബ്ദാൽ ചെയ്ത് ഈതിന എന്ന് യാ ആക്കി മാറ്റുകയാണ്. അല്ലെ, അല്ലദി തുമീന ഊതുമീന നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ആമന ഈമാൻ ഊമിനു ഇതിലൊക്കെ ഇബ്ദാൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ദീർഘത്തിന് മദ്ദുൽ ബദൽ എന്ന് പേര് പറയുന്നത്. ഇവിടെ വ്യാകരണ നിയമപ്രകാരമായും ഇതിന് പറയുന്ന പേരാണ് ഇബ്ദാൽ. അപ്പോൾ ഈ തിന എന്ന് യാ ആക്കി മാറ്റിക്കൊണ്ടാണ് അവിടെ മുതൽ ആണ് ഒരാൾ പാരായണം ആരംഭിക്കുന്നതെങ്കിൽ ചെയ്യേണ്ടത്. ഈ തിന എന്ന് തുടങ്ങണം, അവിടെ മുതൽ ഇബ്തിദാ ചെയ്യുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഇല്ല അൻ ഖാലു തിന ബിഅദാബില്ലാഹി ഇൻ കുൻത മിനസ് സ്വാദിഖീൻ. ഐന് വ്യക്തമായി ഉച്ചരിക്കുക, ദാലും വ്യക്തമായി ഉച്ചരിക്കുക. റഖാവത്തിന്റെ അക്ഷരമാണ് ദാല്. ബിഅദാബില്ലാഹി ഇൻ കുൻത 2 ഇഖ്ഫാകൾ, സാക്കിനത്ത നൂൻ ശേഷം കാഫ്, പിന്നെ സാക്കിനത്ത നൂൻ ശേഷം താ. എല്ലാം ഇസ്തിഫാലിന്റെ ഹർഫുകളാണ്. അവിടെ വ്യക്തമായി ഇൻകുന്ത എന്നൊന്നായി പറഞ്ഞ് ഇൻകുന്ത കാഫും താഉം ശിദ്ദത്തിന്റെ ഹർഫുകളാണ്, ഹംസിന്റെ അക്ഷരങ്ങളുമാണ്. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഉച്ചാരണത്തിൽ ആ മണിക്കലിൽ തർക്കീഖാണ്, കാരണം ഇസ്തിഫാലിന്റെ ഹർഫുകളുമാണ് അവ രണ്ടും എന്നതുകൊണ്ട്. അപ്പോൾ ഇൻ കുൻത മിനസ് സ്വാദിഖീൻ, സ്വാദ് ശേഷം ദീർഘാക്ഷരമായ അലിഫ് പൂർണ്ണമായ തഫ്ഖീം കൊടുത്ത് അവയെ ഉച്ചരിക്കണം. ഖാഫിന് കസ്റ ഉള്ളതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം അവിടെയും കൊടുക്കുക. മിനസ് സ്വാദിഖീൻ. ശേഷം ഖാല, ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കുക. റബ്ബി, റാഇന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. ഉൻസുർനി, സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ചെയ്ത് അവ്യക്തമാക്കി മണിക്കുക. മണിക്കലിൽ തഫ്ഖീം ശേഷം സ്വാദാണ് ഉള്ളതുകൊണ്ട് അവ്യക്തമാക്കി മണിക്കുക. റാഇനും തഫ്ഖീം. അപ്പോൾ ഖാല റബ്ബി
رب انصرني قال رب انصرني على القوم المفسدين ഖാഫിന് പൂർണ്ണമായ തഫ്ഖീം على القوم المفسدين على القوم المفسدين ഫാ താഴെ ചുണ്ടും മേലെ പല്ലുമാണ് ഫായിന്റെ മഖ്റജ് നമുക്കറിയാം على القوم المفسدين ولما മീം മുശദ്ദദ രണ്ട് ഹറക്കത്തിന്റെ അളവിൽ മണിക്കുക ജാഅത് മദ് മുത്തസിൽ വാജിബ് നൽകി അലിഫിനെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ് ജാഅത് റസൂലുന ജാഅത് താഇ മഹ്മൂസായ അക്ഷരമാണ് വ്യക്തമായി ഉച്ചരിക്കണം എന്നാൽ ഹറക്കത്ത് പോലെ ഖൽഖല വരുന്നത് സൂക്ഷിക്കേണ്ടതാണ് ولما جاءت رسلنا إبراهيم ഈ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ് റസൂലുന ഇതിലുള്ള അലിഫിന്റെ ദീർഘം 4-5 ഹറക്കത്തിന്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ് ഇബ്രാഹീമ ബാഇന്റെ സുകൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം റാഇനും അലിഫിനും തഫ്ഖീം ഇബ്രാഹീമ ബിൽ ബുഷ്റ റാഇനും അലിഫിനും തഫ്ഖീം കൊടുക്കുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ബുഷ്റ ഷീൻ തഫശി എന്ന സ്വഭാവമുള്ള അക്ഷരമാണ് അതിന്റെ സിഫത്താണ് തഫശി പരപ്പ് എന്ന അർത്ഥം ബിൽ ബുഷ് എന്ന് വ്യക്തമായി ഉച്ചരിക്കേണ്ടതാണ് ബിൽ ബുഷ് അല്ലേ അതോടൊപ്പം റഖാവത്തുണ്ട് ലൂസായി അയവോടുകൂടിയാണ് അതിന്റെ ശബ്ദം വരിക ബിൽ ബുഷ് ഖാലൂ ഇതിലുള്ള വാവിന്റെ ദീർഘം അതുപോലെ വീണ്ടും മുഹ്ലികൂ ഇവിടെയൊക്കെ ദീർഘം വരുന്നത് എല്ലാം മദ് മുൻഫസിൽ ജായിസാണ് 4-5 ഹറക്കത്തിന്റെ അളവിലാണ് ഇവയെ ദീർഘിപ്പിക്കാൻ അനുവാദമുള്ളത് അനുവദനീയമായ ദീർഘമാണ് അപ്പോൾ ഖാലൂ ഖാഫിനും അലിഫിനും തഫ്ഖീമാണ് ഖാലൂ ഇന്ന നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക 2 ഹറക്കത്തിന്റെ അളവിൽ മുഹ്ലികൂ അഹ്ലി ഹാദിഹിൽ ഖർയ ഹാകളെ പ്രത്യേകം ശ്രദ്ധിക്കണം പലപ്പോഴും മുഹ്ലിക്കു എന്ന് ഹായ് പോലെ കൈപോകും പലർക്കും അത് വരരുത് കൃത്യമായി ഹായ് അതിന്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം ആവർത്തിച്ച് ഹാ വരികയാണ് മുഹ്ലികൂ അഹ്ലി ഹാദിഹിൽ ഖർയ ഹൽക്കിന്റെ അക്ഷരങ്ങളൊക്കെ ക്ലിയർ ആയി ഉച്ചരിക്കുക അഹ്ലി അവിടെ അഹ്ലി എന്നായി പോരുത് ആയിനോട് ഹായിനോടൊക്കെ അടുത്തു പോകും ചിലരുടെ ശബ്ദം അത് സൂക്ഷിക്കണം മുഹ്ലികൂ അഹ്ലി ഹാദിഹിൽ ഖർയ ആവർത്തിച്ച് ഹാകൾ വരികയാണ് അൽ ഖർയ ഖാഫിന് തഫ്ഖീം റാഇനും തഫ്ഖീം ഖർയ ഇന്ന അഹ്ലഹ നൂൻ മുശദ്ദദ 2 ഹറക്കത്തിന്റെ അളവിൽ മണിക്കുക അഹ്ലഹ ഹാ വ്യക്തമായി ഉച്ചരിക്കുക കാനൂ ളാലിമീൻ കാനൂ അല്ല കാനൂ ളാലിമീൻ 2 അലിഫുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ കാനൂ പറഞ്ഞപ്പോൾ അലിഫ് കാഫിന്റെ അലിഫിനെ ഇസ്തിഫാലിന്റെ ഹർഫായതുകൊണ്ട് തർക്കീഖ് ചെയ്താണ് ദീർഘത്തിൽ തർക്കീഖാണുള്ളത് ദീർഘത്തിൽ തർക്കീഖ് വാ എന്ന് പറയുമ്പോൾ വാ തഫ്ഖീമിന്റെ ഇസ്തിഅലാന്റെ ഹർഫാണ് അതുകൊണ്ട് അലിഫിനും തഫ്ഖീം ളാലിമീൻ കാനൂ ളാലിമീൻ ബാറകല്ലാഹു ഫീക്കും أعوذ بالله من الشيطان الرجيم أئنكم لتأتون الرجال وتقطعون السبيل وتأتون في ناديكم المنكر
فما كان جواب قومه إلا أن قالوا ائتنا بعذاب الله إن كنت من الصادقين قال رب انصرني على القوم المفسدين ولما جاءت رسلنا إبراهيم بالبشرى قالوا إنا مهلكو أهل هذه القرية إن أهلها كانوا